17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം. ശാസ്ത്രവിധിയില്ലാതെ ശ്രദ്ധയോടെ ഭജിപ്പവർ ഭക്തിയുക്തരുടെ യജ്ഞം ഏതിൽ പെടുന്നതച്യുത? സാത്വികം, രാജസികം, അതോ താമസികമോ? ഉര ചെയ്താലും പരമാത്മൻ പരമ്പുമാൻ ഹരി. സഹജമാം സ്വഭാവം ത്രിവിധം മനുഷ്യന്, സവിസ്തരം ഉര ചെയ്യാം സശ്രദ്ധം കേൾക്കണം. സഖേ ധനഞ്ജയ കൃഷ്ണപ്രിയ കൃഷ്ണസാരഥി, സാത്വികം, രാജസികം, താമസികം എന്നിങ്ങനെ ദേഹിതൻ സഹജമാം ത്രിവിധം സ്വഭാവങ്ങൾ. വിശ്വാസം പോലെ ത്രിവിധം നരന്മാരും കർമ്മവും വിശ്വാസം അന്തരംഗം പോലെ ഭാരത. വിശ്വാസമല്ലോ പ്രധാനം മനുഷ്യന്, ജനനഗുണമായി ഭവിക്കുന്നു വിശ്വാസം. ഭാരതശ്രേഷ്ഠ കൗരവശ്രേഷ്ഠ കുന്തി പുത്ര ധനുർധര. സാത്വികർ ദേവന്മാരെ പൂജിച്ച് പ്രസാദിക്കും, രാജസർ ആരാധിക്കും യക്ഷരാക്ഷസന്മാരെയും, താമസഗുണവാന്മാർ ഭൂതപ്രേതങ്ങളെയും വിശ്വസിച്ചാരാധിക്കും ത്രിഗുണം നിദാനമായി. ശാസ്ത്രഹിതമല്ലാത്ത കൊടും ഭീകരതപസികൾ, ദമ്പം ദർപ്പം അഹങ്കാരമത്തന്മാർ, കാമരാഗബലാനിതർ സഖേ പരന്തവ കുന്തിപുത്ര കുരുവംശയ ധനഞ്ജയ. ചേതസറ്റ വെളിവറ്റ താമസഗുണവാന്മാർ സാക്ഷാൽ അസുരന്മാർ പീഡിപ്പിക്കുന്നു പഞ്ചഭൂതമാമീ ദേഹത്തെയും, അന്തര്യാമിയാം പരമാത്മാവാമെന്നെയും പരന്തവ പാണ്ഡുപുത്ര കുന്തിപുത്ര സഖേ. ആഹാരം രുചികരം സർവം ത്രിവിധം പരന്തവ, പോലെ ത്രിവിധം യജ്ഞം ദാനം തപസും വ്യത്യാസം ഞാൻ പറയാം സഖേ. ആയുരാരോഗ്യ സൗഖ്യം സംതൃപ്തിദായകം, സ്വാദിഷ്ടം സ്നേഹസമ്പൂർണം ഇഷ്ടഭോജ്യം, ഹൃദയങ്ങളാം ഹാരങ്ങൾ സഖേ സാത്വികർക്ക് ബഹുപ്രിയം. അത്യന്തം കയ്പും പുളിയും എരിവും ഉപ്പും ഉറപ്പും ചൂടുള്ള വരണ്ട ദഹിക്കാത്ത രൂക്ഷതരം ഹാരവിഭവങ്ങൾ, ദുഃഖം ശോകം രോഗവാഹ്യങ്ങളാം ഭോജ്യങ്ങൾ, രജോ ഗുണസമ്പന്നർക്ക് ഏറെ പ്രിയതരം രുചിപ്രദം സഖേ പരന്തവ. പഴകി ദുഷിച്ച നീരസം വൃത്തിഹീനം എച്ചിലായതും ദുർഗന്ധപൂരിതം അമേധ്യം ഹാരം താമസർക്ക് രുചിപ്രദം പാണ്ഡവ. ഏകാഗ്രമായ മനം യജ്ഞാർത്ഥം കർമ്മം, പരോപകാരാർത്ഥം മാത്രം സ്വധർമ്മം, ഫലേച ലവലേശമന്യേ കർമ്മം സാത്വികം ധനഞ്ജയ പാണ്ഡവ ഭാരത സഖേ. ഭാരതശ്രേഷ്ഠനാം അർജുന കേട്ടാലും നീ, ഫലേച്ഛയോടും ദമ്പം ദർപ്പം അർത്ഥാശയോടെയും ചെയ്യും യജ്ഞങ്ങൾ എല്ലാം തന്നെ രജോ ഗുണസമ്പന്നർ ചെയ്യുന്നതാണ് സഖേ. ദേവേന്ദ്രതനയ കുന്തിപുത്ര പാർത്ഥ പരന്തവ. വിധിപ്രകാരമല്ലാതെ അന്നദാനവുമില്ലാതെ മന്ത്രോച്ചാരണവുമില്ലാതെ ദക്ഷിണയും കൊടുക്കാതെ വിശ്വാസം ലവലേശവുമില്ലാതെ ശ്രദ്ധ വിട്ട് ചെയ്യുന്ന യജ്ഞം താമസയജ്ഞം അന്ധകാരമയം ധനഞ്ജയ. ശാരീരിക തപസ്. ദേവദ്വിജ ഗുരു ജ്ഞാനി പൂജനം, ബാഹ്യാന്തരശുദ്ധി കള്ളമില്ലായ്മയും ബ്രഹ്മചര്യം അഹിംസയും എല്ലാം സ്വന്തം ദേഹം കൊണ്ട് എന്നെ പൂജിക്കുന്ന ശാരീരിക തപസാണ് പരന്തവ. വാഗ്മയ തപസ്. ആരെയും വെറുപ്പിക്കാത്ത ദ്വേഷിക്കാത്ത സത്യം പ്രിയം ഹിതം വചനങ്ങളും സ്വാധ്യായം തഥാ ജീവിതചര്യയും ഏവർക്കും ദുഃഖം അകറ്റുന്ന സുഭാഷ്യവും വാക്കുകൾ കൊണ്ട് എന്നെ പൂജിക്കുന്ന വാങ്മയ തപസാണ് ഇതൊക്കെയും. ധനഞ്ജയ ഫൽഗുന വാർത്ത പരന്തവ. മാനസ തപസ്.
പ്രസന്നചിത്തം, സൗമ്യശീലം, സദാ മൗനം, മിതഭാഷിത്വം, മനോനിയന്ത്രണം, വിചാരശുദ്ധി ഇത്യാദി മാനസതപസ്സാണ് സഖേ ധനഞ്ജയ ഫൽഗുനാ വാർത്താ പരന്തവ. ഫലേച്ഛയില്ലാതെ പരമാത്മനിഷ്ഠയിൽ യോഗികൾ പരമമാം ഏകാഗ്രചിത്തരായി മനോവാക്കായ കർമ്മങ്ങൾ ആചരിക്കുന്നത് സാത്വിക തപസ്സാണ് സഖേ പരന്തവ. സത്കാരം, മാനം, ആദരം ആശിച്ച് ദമ്പത്തിൽ യാതൊന്നു ചെയ്യുന്നതിഹ സർവവും അനിത്യം, അദൃഢം, അസ്ഥിരം, ചഞ്ചലം രാജസ തപസ്സാണ് സഖേ ധനഞ്ജയ. അന്ധവിശ്വാസം കൊണ്ടും ആത്മപീഡനം കൊണ്ടും പരപീഡനത്തിനും വേണ്ടി ചെയ്യുന്ന തപസ്സുകൾ താമസം ധനഞ്ജയ. ദാനം. കടമയായി വേണ്ടിടത്ത് വേണ്ടപ്പോൾ വേണ്ടവർക്ക് ഫലേച്ഛയില്ലാതെ പ്രത്യുപകാര പ്രതീക്ഷയുമില്ലാതെ ചെയ്യുന്ന ദാനം സാത്വികം ധനഞ്ജയ. ഭീമസേനാനുജ മമ സഖേ പാണ്ഡവ. പ്രത്യുപകാരം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഫലകാംക്ഷയിൽ ചെയ്യുന്ന ദാനങ്ങൾ ക്ലിഷ്ടപൂർവം മനസാൽ നൽകും സഹായങ്ങൾ രാജസദാനമായി സ്മരിച്ചിടും. പരന്തവ ഭാരതശ്രേഷ്ഠ കുരുനന്ദനാസകേ. അനുചിതദേശേ അനാവശ്യകാലേ അനർഹരാം മൂഢർക്ക് അവജ്ഞപൂർവം അനാദരം നൽകുന്ന ദാനം താമസികം സഖേ അജ്ഞാനാവൃതം ദൃഢം. ഓം തത് സത്ത് മൂന്നും പരബ്രഹ്മത്തിൻ പരനാമങ്ങൾ പരന്തവ സഖേ. ബ്രഹ്മവും വേദവും തപവും ഈ ത്രിനാമങ്ങളാൽ സൂചിതം ധനഞ്ജയ. അതിനാൽ ശാസ്ത്രവിധി പ്രകാരം വേദജ്ഞർ നടത്തുന്ന ദാനം, യജ്ഞം, തപസ് എന്നീ പ്രവർത്തികൾ ഓംകാരം ഉരുവിട്ട് ശുഭമായി തുടങ്ങുന്നു പരന്തവ. തത്പദം തുടക്കത്തിൽ ഉരുവിട്ട് ഫലേച്ഛ ലവലേശം ഇല്ലാതെ വിവിധങ്ങളാം യജ്ഞദാന തപസ്സുകൾ അനുഷ്ഠിക്കും മോക്ഷപ്രാപ്തിക്കായി കർമ്മം ചെയ്യുന്നവർ. പരബ്രഹ്മഭാവത്തെയും സാധുഭാവത്തെയും ഉത്കൃഷ്ടകർമ്മത്തെയും സത് എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നു ധനഞ്ജയ ഫൽഗുനാ വാർത്താ പരന്തവ. പരമാത്മപാദം സമർപ്പിതം യജ്ഞം, ദാനതപസ്സുകൾ ആത്മസാക്ഷാത്കാരാർത്ഥം പുരുഷാർത്ഥം സമർപ്പിതം യജ്ഞാർത്ഥം കർമ്മങ്ങളെല്ലാം സത്കർമ്മങ്ങൾ ധനഞ്ജയ ധനുർധര ഭാരത ഭരതർഷഭ. ദാനം, ഹോമം, തപസ്സും മറ്റ് സത്കർമ്മങ്ങളൊക്കെയും പരമാത്മഭക്തി കൂടാതെ ചെയ്തിടിൽ അതിൻ ഫലം അസുഖദായകമാം അസത്ത് എന്നോർക്കണം സഖേ ഭാരത ഭരതർഷഭ. ധനഞ്ജയ ധനുർധര ഫൽഗുന.